ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പയുടെ കളക്ഷൻ കുതിച്ചുയരുകയാണ്. ഇന്ന് 9ാം ദിവസത്തിലേക്കാണ് സിനിമ എത്തിയിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതിനോടകം തന്നെ 7 ദിനത്തെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ 1067 കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. 8ാം ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 1140 കോടിയോളമാണ് എന്നാണ്. അതായത് ഇനിയും വരാനിരിക്കുന്നത് വെള്ളി, ശനി, ഞായർ, അതായത് ഇന്നും നാളെയും മറ്റന്നാൾ ഈ 3 ദിവസങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിന്നുള്ള ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 300 കോടിയോളമായിരിക്കും. അതായത് ഈ 3 ദിവസം ഞായറാഴ്ചയോടുകൂടി തന്നെ സിനിമയ്ക്ക് ഏകദേശം 1450 അല്ലെങ്കിൽ 1500 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ നിൽക്കുന്നത്. ഇനി സിനിമയുടെ ബിസിനസ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്ന കുറച്ച് ഘടകങ്ങൾ ഇവിടെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. പുഷ്പ നോർത്ത് തിയേറ്ററുകൾ, അതേപോലെ തന്നെ ഓൾ ലാംഗ്വേജ് OTT റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ് ഇത്രയും വിറ്റുപോയിരിക്കുന്നത് 540 കോടിക്കാണ്. നമ്മൾ നേരത്തെ കേട്ടിരുന്നത് OTT റൈറ്റ്സ് മാത്രം പോയിരുന്നത് 500 കോടിക്കാണെന്നായിരുന്നു കേട്ടിരുന്നത്. ഒരുപക്ഷെ അതിൽ കുറവായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നോർത്ത് തിയേറ്റർ റൈറ്റ്സും അതേപോലെ തന്നെ OTT റൈറ്റ്സും മ്യൂസിക് റൈറ്റ്സും ചേർന്നിട്ടാണ് 540 കോടിയായിട്ട് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മ്യൂസിക് റൈറ്റ്സ് സീരീസിന് വിറ്റുപോയിരിക്കുന്നത് അത് എല്ലാ സ്ഥലങ്ങളിലെയും അല്ല, 65 കോടി രൂപയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നത്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് സൗത്തിലെയും അതേപോലെ ഓവർസീസും ഇനിയും കച്ചവടം നടക്കാനുണ്ട്. അതായത് ആ ഒരു കാര്യം ഒന്ന് വായിച്ചേക്കാം. പുഷ്പ നോർത്ത് തിയേറ്ററുകൾ ഓൾ ലാംഗ്വേജ് OTT റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ് 540 ക്രോസ്, മ്യൂസിക് റൈറ്റ്സ് സീരീസ് 65 ക്രോസ് ആൻഡ് സ്റ്റിൽ സൗത്ത് ആൻഡ് ഓവർസീസ് ബിസിനസ് ലെഫ്റ്റ് ഫോർ ദിസ് ഫിലിം. അപ്പം ആ റേഞ്ചിലാണ് സിനിമ നിൽക്കുന്നത്. അതായത് ഏറെക്കുറെ സിനിമ 1800 കോടിയോളമാണ് ഈ പറഞ്ഞ പോലെ 8 ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന ടോട്ടൽ ബിസിനസ് അടക്കം സിനിമ ഒരു പക്ഷേ ഒരു 3500-4000 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 500 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇന്നത്തോടെ ഒരു ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തുകയാണ്. 1100 കോടിക്ക് മുകളിലേക്ക് എത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ളതാണ് സിനിമയുടെ വലിയ കുതിപ്പിന് കാരണമാകുന്ന കളക്ഷൻ എന്ന് തന്നെ പറയാം. ഒരു സിനിമ ഇറങ്ങി അതിൻ്റെ ടോട്ടൽ കളക്ഷൻ്റെ അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് സിനിമ തീർച്ചയായും സക്സസ് ആകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ നേരത്തെ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നതാണ്. ഇനിയും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എത്രത്തോളം കളക്ഷൻ കിട്ടിയാലാണ് സക്സസ് ആവുന്നത്, പ്രൊഡ്യൂസർക്ക് എത്ര പോകും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ, ആ ലെവലിലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ല ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കാം. എന്നാലും അല്ലു അർജുൻ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഈ കൊല്ലം നടത്തിയിരിക്കുന്നതെന്ന് പറയാം. കാരണം ഇന്ത്യ മാത്രമല്ല വേൾഡ് മുഴുവൻ ഇളക്കി മറിക്കുന്ന തരത്തിലാണ് പല രാജ്യങ്ങളിലും, അതായത് ഇംഗ്ലീഷ് മൂവീസ് നേടിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻസ് എല്ലാം നിൽക്കുന്നത്. പ്രത്യേകിച്ച് സിംഗപ്പൂരിൽ ടോപ്പ് 3യിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ടോപ്പ് 2യിലേക്ക് എത്തിയിട്ടുണ്ടാകാം. നമുക്കറിയാം ഒരുപാട് ഇംഗ്ലീഷ് മൂവീസൊക്കെ വർഷങ്ങളായിട്ട് ഇറങ്ങി അതിൻ്റെ മുകളിലേക്ക് ഒരു കളക്ഷൻ വരണമെങ്കിൽ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അതും ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതി കൂടിയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന ഒരു പ്രൊഡക്റ്റ് അത് ആ റേഞ്ചിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് എത്തുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. സിനിമയ്ക്ക് ഹിന്ദിയിൽ ഭയങ്കര ഡിമാൻഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു 30 കോടിക്ക് മുകളിലാണ് വീക്ക് ഡേയ്സിൽ സിനിമയുടെ കളക്ഷനായിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇനി വീക്കെൻഡിലേക്ക് വരുമ്പോൾ തീർച്ചയായും 50 തൊട്ട് 80 കോടിക്ക് മുകളിലായിരിക്കും വീണ്ടും കളക്ഷൻ. ഒരു പക്ഷേ 80 ടച്ച് ചെയ്താൽ അത് മറ്റൊരു സർവ്വകാല റെക്കോർഡ് എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെ ഒരു സിനിമയ്ക്കും റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 50 കോടി പോലും, ഒരു 15-20 കോടി പോലും അതിന് മുകളിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് പുഷ്പ ഇപ്പോഴും 30 കോടിക്ക് മുകളിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശനി ഞായർ നമ്മൾ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ നിൽക്കുകയാണ്. ഇന്ന് മുതൽ വീണ്ടും സിനിമയുടെ കളക്ഷൻ വർധനവ് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഫാസ്റ്റസ്റ്റ് 1000 ക്രോറിലാണ് സിനിമ ആദ്യം എത്തിപ്പെട്ടത്. അതും വെറും 5 ദിവസം കൊണ്ട് 1000 കോടി 6ാം ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ടോളിവുഡിൽ നിന്ന് വീണ്ടും ഒരു ചിത്രം കൂടെ 1000 കോടി ക്ലബിലേക്ക് എത്തുകയാണ്. അങ്ങനെ 4-5 ചിത്രങ്ങൾ മാത്രമാണ് ആ റേഞ്ചിലേക്ക് നിൽക്കുന്ന സിനിമകളിൽ നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനകത്തിൽ 4 സിനിമകളുടെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞേക്കാം. അതായത് ബാഹുബലി 2ഉം RRRഉം കൽക്കിയുമാണ് ഇതിന് മുമ്പ് 1000 കോടി ടോളിവുഡിൽ നിന്ന് അടിച്ചിരിക്കുന്നത്. അതായത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് അടിച്ചിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.